ഹലോ, ഗ്രേറ്റ് മീഡിയാസിലേക്ക് സ്വാഗതം. പവി കെയർടേക്കർ 13-ാം ദിനത്തെ കളക്ഷൻ റിപ്പോർട്ടുകളിലേക്ക് കടന്നു വരാം. 288ഓളം ഷോകളാണ് ട്രാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത്. 7000-ന് മുകളിൽ ആളുകൾ കണ്ടിരിക്കുന്നു. 13.45% ഇതുവരെയുള്ള ഓക്യുപ്പൻസി. 2 ഹൗസ്ഫുള്ളും ഒരു ഓൾമോസ്റ്റ് ഹൗസ്ഫുള്ളും ഇന്നത്തെ ദിവസവും ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യം. ഇന്ന് ഇതുവരെ നേടിയ കളക്ഷൻ 11,45,000 രൂപയോളമാണ്. അതായത് ഫൈനലായി പറയുന്നത് 13,25,000 രൂപ. അതായത് ഈ ഒരു ദിവസം ഗ്രോസ് ആയി സിനിമ വരാൻ പോകുന്ന ഏകദേശം 20-25 ലക്ഷം രൂപയ്ക്കിടയിലാണ് എന്നുള്ളതാണ്. ഈ ഒരു സിനിമയെക്കുറിച്ച് പറയുമ്പോൾ ആദ്യം ഈ പൊട്ടിപ്പാളീസാകുമെന്ന് വിധി എഴുതിയ സിനിമ തന്നെയാണ്. കാരണം ആദ്യ 2 ദിവസത്തെ കളക്ഷൻ അല്ലെങ്കിൽ 3 ദിവസത്തെ കളക്ഷന് ശേഷം വലിയ രീതിയിൽ ഇടിവ് വരികയും മൊത്തത്തിൽ ജനങ്ങൾ നെഗറ്റീവ് പറയുകയും ചെയ്ത സിനിമ പിന്നീട് നോക്കുമ്പോൾ ഫാമിലിയും കുട്ടികളും ഏറ്റെടുക്കുന്ന ഒരു കാര്യം നമുക്ക് കാണാൻ കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം തിയേറ്ററിൽ പോയപ്പോൾ നമ്മൾ കാണാൻ കഴിഞ്ഞ കാര്യം അത് തന്നെയാണ്. കൊച്ചു കുട്ടികളൊക്കെ നന്നായിട്ട് ഇരുന്ന് ചിരിക്കുന്നു എന്നുള്ളത്. അതുപോലെ തന്നെ സ്ത്രീകളും ഫാമിലി ആളുകളൊക്കെ അങ്ങനെ ഇരുന്ന് ചിരിക്കുന്നുണ്ട്. അപ്പം അതിനകത്തിൽ ഏറ്റവും ഹൈലൈറ്റായി നിൽക്കുന്നത് ഇതൊരു ആവറേജ് ബിലോ ആവറേജ് മൂവി എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഇത് സമീപകാലത്ത് ഇതിനൊപ്പം ഇറങ്ങിയ സിനിമകളെക്കാൾ വെച്ച് നോക്കുമ്പോൾ അതൊരു സൂപ്പർ സിനിമ എന്ന് തന്നെയാണ് ആളുകൾ വിധി ചെയ്യുന്നത്. കാരണം ഇതിനൊപ്പം ഇറങ്ങിയ സിനിമകൾ ഇതിനേക്കാളും നിലവാരം കുറഞ്ഞതായതുകൊണ്ട് തന്നെയാണ് ജനങ്ങൾ ഇതിലേക്ക് തിരിച്ചെത്തുന്നത് എന്നുള്ള നഗ്നമായ ഒരു സത്യമാണ്. ഇന്ന് നോക്കുമ്പോൾ കഴിഞ്ഞ 3 ദിവസങ്ങളായി സിനിമയ്ക്ക് സ്റ്റഡി കളക്ഷനാണ്. ഏകദേശം 25 ലക്ഷം രൂപ ആവറേജ് അല്ലെങ്കിൽ 20 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ആവറേജായി തിങ്കൾ, ചൊവ്വ, ബുധൻ ദിവസങ്ങളിലുണ്ട്. അതായത് സിനിമയ്ക്ക് വലിയ നേട്ടമാണ് എന്നുള്ളതാണ്. അതായത് ട്രാക്കേഴ്സ് മുഖാന്തരം മാത്രമേ 5,36 ലക്ഷം രൂപയാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് കേരള കളക്ഷൻ 8 കോടിക്ക് അടുത്തേക്ക് എത്തുന്നു എന്നുള്ളതാണ്. വേൾഡ് വൈഡ് ആയിട്ട് സിനിമ 11 കോടി കഴിഞ്ഞതായി കഴിഞ്ഞ ദിവസങ്ങളിൽ റിപ്പോർട്ടുണ്ടായിരുന്നു. വരുന്ന ദിവസങ്ങളിൽ അതിൻ്റെ അപ്ഡേറ്റുകൾ വരും. ഇത് എത്ര കോടി കിട്ടിയതിനേക്കാൾ ഉപരി ഇത് OTTയുമൊക്കെ വിറ്റുപോയിരിക്കുന്നത് വമ്പൻ തുകയ്ക്കാണെന്നറിയാം. തിയേറ്ററിൽ പ്രോഫിറ്റ് ആകണമെങ്കിൽ ഇനിയും സമയമെടുക്കും. എത്തുമോ എന്ന് തന്നെ ഒരു ഐഡിയയും ഇല്ല. അങ്ങനെ തന്നെ പറയാം. ഇനിയും വരുന്ന 8 ദിവസങ്ങൾ കൂടി ഈ സിനിമയ്ക്ക് ഫ്രീ റണ്ണാണ്. ഗുരുവായൂർ അമ്പലനടയിൽ എന്ന സിനിമ വരുന്നിടം വരെ ഈ സിനിമയായിരിക്കും ഇനിയും കുറച്ചും കൂടെ ലീഡ് ചെയ്യാൻ പോകുന്നത്. വേറെ ഒന്നുമല്ല, എടുത്തു പറയാനുള്ള കാര്യം ആവേശം OTTയിലേക്ക് പോകുന്നത് തന്നെയാണ് ഏറ്റവും ഇതിനൊരു പോസിറ്റീവായി ലഭിക്കുന്നത്. ബാക്കി ഉള്ള ഇതിനോടൊപ്പം ഇറങ്ങിയ സിനിമകളേക്കാൾ കൂടുതൽ ആളുകൾ ഫാമിലി ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നു ഈ ഒരു സിനിമയെ. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ സിനിമയ്ക്ക് ഇതിന് മുകളിലേക്കുള്ള കളക്ഷൻ ഉണ്ടാകും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. ഈ ഒരു കളക്ഷൻ നോക്കുമ്പോൾ സാധാരണ സിനിമ വെച്ച് നോക്കുമ്പോൾ വളരെ ലോ ആണ്. പക്ഷേ ഈ ഒരു സിനിമയുടെ ബഡ്ജറ്റ് 8 കോടിയും അതേപോലെ ആദ്യ ദിനങ്ങളിലുണ്ടായ നെഗറ്റീവ് പബ്ലിസിറ്റി വെച്ച് നോക്കുമ്പോൾ ഇതൊരു സ്റ്റഡി കളക്ഷനായി പോകുന്നു എന്നുള്ളത് തന്നെയാണ്. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരാം. തീർച്ചയായും വീണ്ടും കാണാം. ഗ്രേറ്റ് മീഡിയാസ്.